കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു ഓഫീസായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിത്തീരുകയാണ്. ചില മറുപടികൾ ചോദിച്ചിട്ട് അവിടുന്ന് കൃത്യമായ ഉത്തരങ്ങൾ കിട്ടുന്നില്ല, ഒഴിഞ്ഞു മാറുകയാണ്. വിവാദ നായകൻ പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തിൻ്റെ പരാതി, നവീൻ ബാബുവിനെതിരെ നൽകിയ കൈക്കൂലി ആരോപണ പരാതി ആ ഓഫീസിൽ എത്തിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. വിവരാവകാശ പ്രകാരം നൽകിയ ചോദ്യം. അത് നൽകിയത് ഇരിക്കൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TNA ഖാദറാണ്. എന്നാൽ ഉത്തരമില്ല, ഒഴിഞ്ഞു മാറുകയാണ്. എന്തുകൊണ്ടാണിത്? തീർച്ചയായിട്ടും ഈ നവീൻ ബാബുവിൻ്റെ കേസ് മുഖ്യമന്ത്രിയെയും കണ്ണൂരിലെ CPM-നെയും വല്ലാതെ പ്രതിസന്ധിയിലാഴ്ത്തിയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, ആദ്യത്തെ ചോദ്യം അതിനേക്കാളും പ്രസക്തമാണ്. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു ഓഫീസായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിട്ടുണ്ട് എന്ന ആരോപണം നേരത്തെ വന്ന് പല ഭാഗത്തു നിന്ന് പലപ്പോഴും വന്നതാണ്. ഏറ്റവും ഒടുവിൽ വന്നത് ഇടതുപക്ഷത്തിൻ്റെ തന്നെ സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവറിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളിൽ ഒടുവിലത്തേത് എനിക്ക് തോന്നുന്നു എല്ലാ പരിധിയും വിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവരാവകാശ നിയമത്തെ പോലും വെല്ലുവിളിക്കുന്ന അവസ്ഥയിലാണ്. വിവരാവകാശ നിയമം രാജ്യത്തെ ഏറ്റവും, ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് വന്ന ഏറ്റവും മൗലികമായ പരിഷ്കാരങ്ങളിലൊന്നാണ്, ഏറ്റവും വലിയ ജനകീയമായ പരിഷ്കാരങ്ങളിലൊന്നാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അല്ലെങ്കിൽ അതിനെ ലംഘിക്കാൻ ഒരാൾക്കും ഇന്ത്യയിൽ അവകാശമില്ല. രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സ്വകാര്യങ്ങൾ, എന്തെങ്കിലും രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ അതല്ലാത്ത എല്ലാ വിവരങ്ങളും എല്ലാ വകുപ്പും ജനങ്ങൾക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത് ഈ നവീൻ ബാബുവിനെതിരായി ഒരു പരാതി, നവീൻ ബാബുവിനെതിരായി TV പ്രശാന്ത് എന്നയാൾ കണ്ണൂരിൽ നിന്ന് പരാതി കൊടുത്തിട്ട്, TV പ്രശാന്ത് എന്ന് പറയുന്നത് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരൻ മാത്രമാണ്. അതും അവിടുത്തെ ഇലക്ട്രീഷ്യനോ ചെറിയ ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹമാണ് നവീൻ ബാബു കൈക്കൂലി വാങ്ങി. അദ്ദേഹത്തിന്റെ കത്തൊക്കെ വലിയ വിവാദമായിരുന്നു. അതെ, അത് തന്നെ വിവാദമായിരുന്നു. ആദ്യം പറഞ്ഞത് നവീൻ ബാബുവിനെതിരായി, നവീൻ ബാബുവിൻ്റെ അഴിമതിക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഞാൻ പരാതി അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ പരാതി ഉണ്ടോ എന്ന് അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടേ ഇല്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞ മറുപടി. പിന്നീട് അയച്ച പരാതി ഉണ്ടെന്ന് വരുത്തേണ്ടതും തെളിയിക്കേണ്ടതും പ്രശാന്തിൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ബാധ്യതയായി, പ്രത്യേകിച്ച് PP ദിവ്യ ഉൾപ്പെടെയുള്ളവരുടെ ബാധ്യതയായി. അങ്ങനെ വന്നപ്പോഴാണ് പ്രശാന്തിൻ്റെ പേരിൽ പരാതി കൊടുത്തതായി കാണുന്നത്. പക്ഷേ കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറത്തുവിട്ട പരാതി പ്രശാന്തിൻ്റേതാണ്. പക്ഷേ അത് പ്രശാന്തിൻ്റെ പേര് വ്യത്യാസം, ഒപ്പ് വ്യത്യാസം, അത് കൃത്രിമമാണ്. അപ്പം തന്നെ അത് ദുരൂഹമായി തീർന്നു. ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസിൽ വന്നിരിക്കുന്ന, അതിനുശേഷം വന്ന കുറേ സംഭവവികാസങ്ങളുണ്ട്. ഒന്ന്, TV പ്രശാന്ത് ആരാണ്? പ്രശാന്ത് പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനാണ്. ഒരു സർക്കാർ ജീവനക്കാരൻ വ്യവസായം തുടങ്ങാൻ, അതും ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, വലിയ വ്യവസായം തുടങ്ങുമ്പോൾ മുൻകൂട്ടി NOC വാങ്ങണം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. വാങ്ങിയിട്ടുണ്ടോ? അപേക്ഷിച്ചിട്ട് പോലുമില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇത് TV പ്രശാന്തിൻ്റെ ആണോ ഈ ബിസിനസ്, ഈ പന്ത്? തീർച്ചയായിട്ടും ഒരു പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള ഭൂമിക്ക് പുറമെ തന്നെ വലിയ തോതിലുള്ള ഡെപ്പോസിറ്റ് വേണം, വലിയ ഏതായാലും കോടികളുടെ ഒരു ഇടപാടാണ്. ആ ഇടപാടിൽ ഇപ്പോൾ കാര്യമായിട്ട് ഒരു ചെറിയ ശമ്പളത്തിന് ജീവിക്കുന്ന ഒരു താഴെ തട്ടിലുള്ള ജീവനക്കാരൻ എവിടുന്നാണ് ഇതിൻ്റെ പണം, സോഴ്സ് എന്താണ്? അങ്ങനെ വരുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പിന്നെയും നീളുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന പ്രമുഖരായ പലരുടെയും ബിനാമിയാണ് PP ദിവ്യയും, PP ദിവ്യയുടെ ഭർത്താവ്, PP ദിവ്യയുടെ ഭർത്താവിൻ്റെ അനുജൻ, അവരൊക്കെ തന്നെ ബിനാമി ഭൂമി വാങ്ങി കൂട്ടുന്നുണ്ട്, വലിയ തോതിൽ സമ്പാദിക്കുന്നുണ്ട്. PP ദിവ്യ തന്നെ നോക്കി നിൽക്കെ വളർന്ന അവരുടെ ആസ്തിയും സൗകര്യങ്ങളും വളരുന്നത് കണ്ടിട്ടുണ്ട്. ഒരു ചെറ്റക്കുടിൽ നിന്ന് അവർ ഇന്ന് ജീവിക്കുന്ന കൊട്ടാരത്തിലേക്ക് വളർന്നത് രാഷ്ട്രീയത്തിലെ വളർച്ച മാത്രമല്ല, അത് അഴിമതിയുടെ വളർച്ചയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വന്നു. അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നീണ്ടു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇവർ വളരെ സമർത്ഥമായിട്ട് PP ദിവ്യയെ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ നീക്കം വളരെ പ്രകടമായി നടത്തിയത് കടുത്ത കള്ളത്തരം ഓരോ ചലനത്തിലും ദൃശ്യമാകുന്ന ജില്ലാ കലക്ടറാണ് അരുൺ കെ വിജയൻ്റെ ഓരോ നീക്കവും ആ സന്ദർഭത്തിൽ. ഇപ്പോൾ നവീൻ ബാബുവിനെ ആക്ഷേപിച്ചുകൊണ്ട് PP ദിവ്യ ആ യോഗത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് പോലും ആ ഇരിപ്പ് കണ്ടാൽ അറിയാം, ഈ കലക്ടറുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കള്ളത്തരമുണ്ട്, അദ്ദേഹത്തിന് എന്തൊക്കെയോ ഒളിക്കാനുണ്ട്, അദ്ദേഹം സ്വകാര്യമായി. ഒടുവിൽ PP ദിവ്യക്ക് ജാമ്യം കിട്ടാൻ പോലും ഇടയാക്കിയത് നവീൻ ബാബുവിന് സ്വകാര്യമായി നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അന്വേഷണ കമ്മീഷന് കൊടുത്ത ഒരു കവറിൽ, സീൽ ചെയ്ത കവറിൽ കൊടുത്തൊരു വിവരമാണ്. എന്നെ ആ മീറ്റിങ്ങിന് ശേഷം നവീൻ ബാബു വന്ന് കണ്ടിരുന്നു, എനിക്ക് തെറ്റുപറ്റിയെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ആ തെറ്റെന്താണ്, പറ്റിയത് എന്താണ് എന്നൊക്കെ വിശദീകരണം ചോദിച്ചപ്പോൾ കാര്യമില്ല.
അല്ല എങ്കിലും മൊഴികളിൽ വ്യത്യാസമുണ്ട്. കോടതിയിൽ ഇത് കൊടുത്തു, പോലീസിന്റെ അടുത്ത് ഇത് ആദ്യം പറഞ്ഞില്ല കലക്ടർ. അതാണ് ഈ കലക്ടർ വളരെ സംശയാസ്പദമായ ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ. തീർച്ചയായിട്ടും ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവ വികാസം എന്താ പറയുന്നത്, ഈ നവീൻ ബാബു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. നവീൻ ബാബുവിനെ മാറ്റാത്തത് എന്തെന്ന് ചോദിച്ചപ്പോൾ അന്ന് ഇലക്ഷൻ പ്രോട്ടോക്കോൾ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്നു, പ്രോട്ടോക്കോൾ നീങ്ങിയിരിക്കുന്നു, ഇലക്ഷൻ നോംസ് നീങ്ങിയാൽ അദ്ദേഹത്തെ മാറ്റാമല്ലോ. പക്ഷെ മാറ്റാൻ ഗവൺമെൻറ്റിന് താല്പര്യമില്ല. പക്ഷേ അതിൻ്റെ പേരിലുള്ള പ്രതിഷേധം അവിടെ ഉരുണ്ടുകൂടുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് വന്നൊരു വാർത്ത എന്താണെന്നറിയോ, കേരളത്തിലെ 20 IAS ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മാസത്തെ പരിശീലനത്തിന് കേന്ദ്ര ഗവൺമെൻറ് ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ 6 ജില്ലാ കലക്ടർമാരുണ്ട്. മൊത്തം 20 IAS ഉദ്യോഗസ്ഥന്മാരെ, അതിൽ 6 ജില്ലാ കലക്ടർമാരുണ്ട്. അതിൽ ഒരാൾക്ക് മാത്രം ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ടുണ്ട്. അത് അരുൺ കെ വിജയനാണ്. എന്നുവെച്ചാൽ തൽക്കാലം ഇതൊന്ന് അടങ്ങുന്നത് വരെ അദ്ദേഹം ട്രെയിനിങ്ങിന് പോയി എന്ന് പറയുകയും ചെയ്യാം, എന്നാൽ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ അവർക്ക് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോലാഹലം നടക്കുന്നതിനിടയിലാണ് ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഈ ജില്ലാ കലക്ടറും തമ്മിലുള്ള കളികൾ, ഇവരുള്ള ഒത്തുകളികൾ ഈ പറഞ്ഞ എല്ലാ നവീൻ ബാബുവിൻ്റെ മരണം ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളിലും ഉണ്ട്. ദിവ്യയെ രക്ഷിക്കുന്നതിലുണ്ട്, അവിടുത്തെ സകലമാന ബിനാമി ഇടപാടുകളിലും ഉണ്ട്, ആറളം ഫാമിലെ ഭൂമി കൈമാറ്റം ചെയ്തതിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല പൈതൽ മലയിൽ ദിവ്യയുടെ അനുജന്റെ പേരിൽ ധാരാളം ഭൂമി വാങ്ങിക്കൂട്ടി എന്നുള്ള കേസുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയൊരു ഭൂമാഫിയയുടെ ഭാഗമാണിത് എന്നും അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടാണ് നമ്മുടെ ജില്ലാ കലക്ടർ ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ ഉടഞ്ഞു നിൽക്കുകയായിരുന്നു നവീൻ ബാബു എന്നുമാണ്. നവീൻ ബാബു അവരോട് ഉടക്കിയിരുന്നു എന്ന് വേണം കരുതാൻ. ഇതാണ് അതിൻ്റെ ഒരു അദ്ദേഹം തുടക്കം പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ കുറേ നാളുകളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്ന ഒരാളാണ്. കൊടുത്തിട്ടില്ല. പിടിച്ച് അദ്ദേഹത്തെ ഹോൾഡ് ചെയ്യായിരുന്നു, പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം കൊടുക്കാൻ നേരത്ത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മേൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ വന്നിട്ടുണ്ടാകും. ഒന്ന്, അദ്ദേഹം ഹോൾഡ് ചെയ്ത അദ്ദേഹത്തിന് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഫയലുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ടാവും, തീർപ്പാക്കിയിട്ടുണ്ടാവും. അതുവരെ ഹോൾഡ് ചെയ്തിരുന്ന പല ഓഫീസുകളിലായിട്ട് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് എത്തിക്കുകയും ഒപ്പിടുമെന്ന കണ്ടീഷനിൽ വരുത്തിയിട്ടും ഉണ്ടാകും. മനസ്സിലായി? അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് ട്രാൻസ്ഫറിന് വേണ്ടിയാണ് വേറൊരു വാദം കൂടി എൻ്റെ ഇടയ്ക്ക് കണ്ടിരുന്നു അറിയില്ല, ഗൗതം കണ്ടോന്നറിയില്ല. ആരാണ് 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തത്? കൈക്കൂലി കൊടുത്തത് പ്രധാനപ്പെട്ട ഒരു സർവീസ് സംഘടനയാണ് എന്ന ആരോപണം വന്നു. സർവീസ് സംഘടന കൊടുത്തത് എന്തിനാണ്? ഇദ്ദേഹത്തെ മാറ്റിക്കൊടുക്കാൻ, ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത് അങ്ങനെയാണ്. അങ്ങ് ഏതായാലും ആരോടും കൈക്കൂലി വാങ്ങുകയും കൊടുക്കുകയും ഇല്ലല്ലോ, എങ്കിലും അങ്ങേക്ക് അവസാനത്തെ കൊല്ലമെങ്കിലും നാട്ടിലേക്ക് പോകണ്ടേ, അത് ഞങ്ങൾ യൂണിയൻകാർക്ക് കൊടുത്തുകൊള്ളാമെന്ന് ഈ പ്രശാന്തും കൂട്ടരും പറഞ്ഞു എന്നാണ് ഒടുവിൽ വന്നുകൊണ്ടിരിക്കുന്ന വിവരം. നമുക്ക് ഏതൊക്കെ സത്യം ഏതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, പക്ഷേ ഇതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടത്. എന്തായാലും TV പ്രശാന്തിൻ്റെ ഈ പെട്രോൾ പമ്പ് കേസിൽ അങ്ങേയറ്റം ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അതിലേറെ ദുരൂഹതയുണ്ട്. മഞ്ജുഷ ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടുകൂടി മഞ്ജുഷയെ ഇവർ വരുതിയിൽ നിർത്തിയിരുന്നത് പത്തനംതിട്ട ജില്ലയിലെ CPM കമ്മിറ്റിയെ ഉപയോഗിച്ചായിരുന്നു. അവരും പക്ഷേ ആദ്യമൊക്കെ മഞ്ജുഷയ്ക്ക് വേണ്ടി നിലകൊണ്ടെങ്കിലും ഇപ്പോൾ അവരും പാർട്ടിക്ക് വഴങ്ങിയിരിക്കുന്നു. CBI അന്വേഷണം വേണമെന്ന് ചോദിച്ചാൽ വേണമെന്ന് പറയുന്ന ഒരാളെങ്കിലും ഇന്നലെ വരെ പത്തനംതിട്ട പാർട്ടിയിലുണ്ടായിരുന്നു, മഞ്ജുഷയുടെ കൂടെ എന്നവർ. അദ്ദേഹത്തെയും പിൻവലിച്ച് മാറ്റിയിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ സമയത്താണ് കണ്ണൂരിലെ ഇരിക്കൂറിലെ ലീഗ് നേതാവ് ഒരു വിവരാവകാശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒന്ന് അറിയണമല്ലോ, ഇതെല്ലാം പുകമറയിൽ നിന്നാൽ പോരല്ലോ, കണ്ണൂർക്കാർക്കെങ്കിലും ഒന്ന് അറിയണമല്ലോ എന്നാ വെച്ചിട്ട് മുസ്ലിം ലീഗിൻ്റെ നേതാവ്. അപ്പോൾ മുസ്ലിം ലീഗിനോട് ഇപ്പോൾ കട്ടക്കലിപ്പിൽ നിൽക്കുകയാണ് പിണറായി വിജയൻ. ആ സമയത്താണ് ഇത് കൊണ്ടു കൊടുക്കുന്നത്. വലിച്ചെറിഞ്ഞ് കാണും ആ അപേക്ഷ, അപ്പം തന്നെ എടുത്ത് കൊട്ടയിലിട്ടിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ പറയുന്ന മറുപടി ഇതാണ്: ഏത് പരാതി? അല്ല, TV പ്രശാന്ത്. ഏത് പ്രശാന്ത്? അവൻ്റെ ഊരും പേരും ഒക്കെ വേണം. അത് പറയാതെ ഏതെങ്കിലും പ്രശാന്ത് നിയോഗിച്ച് വരാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞു എന്നല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഉത്തരവാദപ്പെട്ടവർ പറഞ്ഞു. അല്ല, അങ്ങനെയാണെങ്കിൽ പ്രശാന്ത് അല്ല, TV പ്രശാന്ത് എന്നൊരാൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു, നവീൻ ബാബുവിൻ്റെ കേസിൽ പരാതി തന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്പോൾ തന്നു എന്ന് പറയണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരാൾ ഒരു വിഷയത്തെക്കുറിച്ച് പരാതി കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നാണ് ചോദ്യം. ഇത്രാം തീയതി ഇന്നയാൾ തന്നിട്ടുണ്ട്, ഇത്രാം തീയതി ഇന്നയാൾ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളുകൾ പരാതി തന്നിട്ടുണ്ടെന്നല്ല ആൻസർ കൊടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് അതിൽ അദ്ദേഹം ഈ വിവരാവകാശം എഴുതുമ്പോൾ അതിനൊരു കൃത്യമായ ഫോർമാറ്റ് ഉണ്ട്. ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ എന്നുള്ളതൊക്കെ സൂചിപ്പിക്കണം.
അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും വീഴ്ച വല്ലതും സംഭവിച്ചിട്ട് കാണുമോ? കാരണം ഇതിൽ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് കൃത്യമായ കാലയളവ് പറയാതെ മറുപടി തരാൻ കഴിയില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അല്ല, അതൊക്കെ സാങ്കേതിക പ്രശ്നമല്ലേ. ഒരാൾ അപേക്ഷയായിട്ട് ചെല്ലുമ്പോൾ അയാളോട് പറയാവുന്നതല്ലേ ഉള്ളൂ. ഇതിൽ ഇതിപ്പോൾ ഇൻകംപ്ലീറ്റ് ആണ്, അപേക്ഷ അപൂർണമാണ്, അതുകൊണ്ട് മടക്കിയിരിക്കുന്നു എന്ന് പറയാം. അതിന് ഇങ്ങനെയുള്ള കുറികൾ ചോദിച്ചിട്ട് എന്താ കാര്യമുള്ളത്? കൊടുക്കാതിരിക്കാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ്, കൊടുത്ത തീയതി, പ്രശാന്തിൻ്റെ മേൽവിലാസം, ഇതൊന്നും കിട്ടാതെ അപ്പോൾ അവസാനമായിട്ടൊരു ചോദ്യം ചോദിച്ചു അത്രേ, ഇവൻ തന്നെ ചോദിച്ചു. ഇതൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ വന്നതാണല്ലോ, പിന്നെയും നിങ്ങൾ ഏത് പ്രശാന്ത് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? മാധ്യമങ്ങളിൽ അങ്ങനെയൊക്കെ എന്തൊക്കെ വരും, അത് നോക്കി നടക്കലല്ല ഞങ്ങളെ പണിയുന്ന. പ്രകോപിതരായി എന്നതിൻ്റെ അർത്ഥം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങേയറ്റം പ്രതിക്കൂട്ടിൽ നിൽക്കുകയും പ്രകോപിതരായിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് തന്നെ നിലവിട്ട് മറുപടി പറയുകയല്ലാതെ നേരാവണ്ണം മറുപടി പറയാനുള്ള ക്ഷമയും സഹനവും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. നിലവിട്ടാണ്. മുഖ്യമന്ത്രി എല്ലാവരുടെ പേരിൽ ആരോപിക്കുന്നതാണ്. മുഖ്യമന്ത്രിക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഉടനെ പറയാം അദ്ദേഹത്തിൻ്റെ മനോനില തെറ്റിയിരിക്കുന്നു. സാധനങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതുപോലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മനോനില തെറ്റിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. പ്രശാന്തിന്റെ പരാതിയിലെ തീയതി വെച്ചിട്ട് വീണ്ടും വിവരാവകാശം നൽകുമെന്നാണ്. കൊടുക്കട്ടെ, ഇപ്പം തീർച്ചയായിട്ടും ഖാദർ. ഇതൊക്കെ അതും ഈ രീതിയിലാണ് അതിലും പ്രതികരണമെങ്കിൽ അദ്ദേഹം കോടതിയിൽ പോകേണ്ടി വരും. കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്ന അതാണ് വഴി. കോടതിയിൽ പോകട്ടെ, തീർച്ചയായിട്ടും വേണ്ടി വരും. നേരാവണ്ണം മറുപടി കൊടുക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ സാധ്യതയില്ല. പക്ഷേ കൊടുത്താൽ പ്രതിക്കൂട്ടിലാവും, അല്ലെങ്കിൽ കൊടുത്താൽ അത് കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കും എന്ന് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അറിയാം. നവീൻ ബാബുവിൻ്റെ ഈ ആത്മഹത്യ നടന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 മാസമായി അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ട്. എന്നിട്ടും കൃത്യമായ രീതിയിൽ ഒന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ദുരൂഹമാണ്. വലിയ ദുരൂഹം. നവീൻ എവിടെ പോയി? മുനീശ്വരൻ കോവിലിൽ ആരെ കണ്ടു? CCTV ദൃശ്യങ്ങളില്ല. അദ്ദേഹത്തിന്റെ പലതും അപൂർണ്ണമാണ്, അവ്യക്തമാണ്. അതിൻ്റെ പുകമറ നീങ്ങിക്കിട്ടും. ഇങ്ങനെ പോയാൽ നീങ്ങിക്കിട്ടുമെന്ന് നമുക്കറിയില്ല. എന്തായാലും CBI ഏറ്റെടുക്കുമെന്ന് അറിഞ്ഞൂടാ. CBI ഏറ്റെടുക്കുമെന്നും നമ്മുടെ സുരേഷ് ഗോപി. ഞാൻ അവസാനമായിട്ട് ഗോവിന്ദൻ മാസ്റ്റർ CBI അന്വേഷണത്തെ എന്തുകൊണ്ടായി ഇത്രമാത്രം നിവൃത്തിയില്ല? പേടിക്കുന്നത് കൊണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, കക്ഷത്ത് കനമുള്ളത് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വലിയ അപകടം അതുകൊണ്ട് വരാനുണ്ട്. CBI നേരാവണ്ണം അന്വേഷിച്ചാൽ. പക്ഷെ അപ്പോഴും എനിക്ക് പൂർണ്ണമായ എനിക്ക് സംശയം ബാക്കിയാണ്. കാരണം CBI നേരാവണ്ണം അന്വേഷിക്കാൻ വന്നാൽ പോലും ഇന്നത്തെ ഒരു അന്തർധാര വെച്ച് പിണറായി വിജയനെ അപായപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് കാര്യം.